പിണറായി വിജയൻ ഭരണം അവസാനിപ്പിച്ചതൊന്നും കൊട്ടാരക്കര പോലീസ് അറിഞ്ഞില്ല എന്നാണ് തോന്നുന്നത് അല്ലേ? അതാ അങ്ങനെയാണ്. അങ്ങനെ തന്നെ ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ. കൊട്ടാരക്കര പോലീസ് കള്ളക്കേസ് ചുമത്തി ഒരു മാധ്യമ പ്രവർത്തകനെ അകാരണമായി റിമാൻഡ് പ്രതിയായി ജയിലിലടച്ചിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, കൊട്ടാരക്കര പോലീസ് അല്ല അവസാന വാക്കുകളെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മാധ്യമ പ്രവർത്തകരും നമ്മുടെ സംഘടനയും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നു. താങ്കളുടെ ഭർത്താവാണ് ആ മാധ്യമ പ്രവർത്തകൻ. എന്തായിരുന്നു സംഭവം? മെനഞ്ഞാന്ന്, അതായത് ശനിയാഴ്ച ഞങ്ങള് രാവിലെ ഗണപതി അമ്പലത്തിൽ പോയതാ. പടിഞ്ഞാറ്റിങ്കര പോയിട്ട് ഗണപതി അമ്പലത്തിൽ വന്നു. വന്ന് തൊഴുതിട്ട് ഇറങ്ങിയപ്പോ അതിന് തലേന്ന് 2 ദിവസം മുമ്പേ അമ്പലത്തിൽ നിന്ന് 2 പേര് വിളിക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിന്റെ അടുത്ത് ഭക്തജനങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ അമ്പലത്തിന്റെ വാതിക്കെ പിങ്ക് പോലീസ് വന്ന് കിടന്ന് പെറ്റി അടിക്കുന്നുണ്ട്. അവര് വീട്ടിൽ ചെല്ലുമ്പോഴേ അറിയുന്നേന്ന്. അപ്പൊ വിഷ്ണു ഇങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഇറങ്ങി അപ്പുറത്ത് ആ ഫുഡ് കൊടുക്കുന്ന ഭാഗത്തൂടെ ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്കൊന്ന് നോക്കാം. പിങ്ക് പോലീസ് അതിന് 3 പേര് ഇങ്ങനെ കവാടത്തിന്റെ ഫ്രണ്ടിൽ കൂടി നിൽക്കുക. 3 ലേഡീസ് പിങ്ക് പോലീസ് തന്നെ കൂടി നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു പറഞ്ഞു നമുക്ക് അവരുടെ ഫ്രണ്ടിൽ കൂടെ പോയി നോക്കാം, ഇവര് പെറ്റി അടിക്കുന്നത് പറയുന്നത് സത്യമാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, നമുക്കും അടിച്ചു കിട്ടുമെന്ന് ഞാൻ അന്നേരം പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ഫ്രണ്ട് കവാടം ഇച്ചിരി അങ്ങോട്ട് മാറിയപ്പോ ഈ കൂടി നിന്നതിന്ന് ഒരാള്, ആ ലേഡി ഒരു ഓട്ടോറിക്ഷ അവിടെ കിടക്കും, അതിന്റെ ബാക്കിൽ കൂടെ ഓടി വന്നൊരു ഒരു ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് മാറിപ്പോ. ഞാൻ പറഞ്ഞു വിഷ്ണു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവര് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു. ഉറപ്പാണ്, അവർ പെറ്റി അടിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ ഉറപ്പാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഉറപ്പാണ്, ഞാൻ കണ്ടെന്ന്. അപ്പം വിഷ്ണു പറഞ്ഞു നമുക്കിത് ചോദിക്കണമല്ലോ. അതായത് ഗണപതി അമ്പലത്തിന്റെ ഫ്രണ്ടിലെ കവാടത്തിന്റെ ഫ്രണ്ടില് തന്നെ ഓടി വന്ന് ഫോട്ടോ എടുക്കുക. എന്നിട്ട് വീണ്ടും അവർ 3 പേര് ചെന്ന് കൂടിയൊക്കെ നിന്ന്. അപ്പൊ വിഷ്ണു വണ്ടി തിരിച്ചിട്ട് ഞങ്ങൾ ബൈക്കിൽ തന്നെ ഇരിക്കുക. എന്ന് ചോദിച്ചു മേഡം ഈ വരുന്ന ഭക്തജനങ്ങളുടെ ഫോട്ടോ എടുക്കാനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? എന്നിട്ട് അവര് പറഞ്ഞു ആണെന്ന് പറഞ്ഞു. തലകൊട്ടി ആന്ന്. അവിടെ CCTV ക്യാമറയുണ്ട്, ആ സമയമുണ്ട്, എല്ലാം ആ ക്യാമറ വർക്കാണെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പൊ വിഷ്ണു പറഞ്ഞത് അങ്ങനെ വിടത്തില്ലല്ലോ മേഡം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നുകൊണ്ട് ഫോൺ എടുത്തിട്ട് ലൈവ് ഇടാൻ തുടങ്ങി. അതും അവര് നിന്നിടത്തല്ല, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മാറിയാണ് ലൈവ് ഇടാൻ തുടങ്ങിയത്. ലൈവ് ഇടുന്നത് കണ്ടോണ്ട് 2 പേരും, ഒരു വണ്ണമുള്ള സ്ത്രീ മാത്രം അവിടെ നിന്നിട്ട് ബാക്കി 2 പേരും അങ്ങ് മാറിപ്പോയി. അപ്പൊ വിഷ്ണു ബാക്കിൽ കൂടെ അവരങ്ങോട്ട് നടന്നു പോകുന്നത് അവർക്ക് ഇത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ്, അവർ അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ടാണ് ലൈവ് പുറകെ പോകുന്നത്. ആ വീഡിയോയിൽ വ്യക്തമായിട്ടുണ്ട്. അതിനകത്ത് അവരെ ഒരു രീതിയിലും ശല്യപ്പെടുത്തില്ല. അവരുടെ ബാക്കിൽ പോയി അവർ എത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് പോകുന്നത്. അന്നേരം അതിനകത്ത് കമന്റ് നോക്കി അറിയാം, കുറെ ആൾക്കാർ കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഇവര് അമ്പലത്തിൽ തൊഴാൻ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് 500, 1000 പെറ്റിയാണ്, അവരാരും അറിയുന്നില്ല. ജയിലിലടച്ചേപ്പാ. അവര് പറയുന്ന അവരുടെ 3-4 വകുപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു വകുപ്പ് എന്ന് പറയുന്നത് അവരെ ജോലി തടസ്സപ്പെടുത്തി. പിന്നെ ഇല്ല, ഒരിക്കലും ആ വീഡിയോ കാണുമ്പോ അറിയാലോ തടസ്സപ്പെടുത്തിയിട്ടില്ല. താങ്കളുടെ ഭർത്താവ് വിഷ്ണു എന്ന് പറയുന്ന ആള് ഈ പോലീസിന്റെ ഈ വനിതാ പോലീസിന്റെ അടുത്ത് പോയിട്ടില്ല. ആ ഇത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് എന്തായാലും അത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്നത്. അത് ഒരു പോലീസ് ഓഫീസറുടെ ബാക്കിൽ ചെന്ന് നിന്നിട്ട് എന്തായാലും എടുക്കാനൊക്കത്തില്ലേ? ദൂരെ മാറിയാണ് വീഡിയോ എടുക്കുന്നത് മൊത്തം. അവരുടെ ദേഹത്ത് തൊടാനോ അല്ലെങ്കിൽ അവര് ജോലി ചെയ്യുന്നത് തടസ്സപ്പെടുത്താനോ ഒന്നും പോയിട്ടില്ല. അവര് നിൽക്കുന്ന സമയത്ത് അവർ കൂടി നിന്നിട്ടാണ്, അവർക്ക് അത്ര ഉത്തരവാദിത്തമുള്ളവരാണെങ്കിൽ അവർ കൂടി നിന്ന് സംസാരിക്കുകയാണോ ചെയ്യേണ്ടത്? നമ്മൾ വീഡിയോ ഇടുന്ന കണ്ടപ്പോഴാണ് അവർ 2 സൈഡിലോട്ടും പോയി. ഇവര് ജോലി ചെയ്യുന്നില്ല, അവര് ചുമ്മാതെ അവിടെ നിൽക്കുക. വരുന്ന വണ്ടികളുടെ മൊത്തം അന്നത്തെ ദിവസത്തെ ഒരു 10-30 ഫോട്ടോ അവരെ എടുത്തിട്ടുണ്ട് അവിടെ വന്നവരുടെ. അതിനകത്ത് കമന്റ്സ് നോക്കിയാൽ താങ്കൾ പറയുന്നത് ഈ പിങ്ക് പോലീസിനെ പേടിച്ചുകൊണ്ട് ഭക്തജനങ്ങള് ക്ഷേത്രത്തിൽ വരുന്നില്ല. ആ ഞങ്ങൾ എത്തിയ ആ ലൈവിന്റെ ആ കമന്റ്സ് നോക്കിയാൽ മൊത്തം ജനങ്ങളും പ്രതികരിക്കുന്നത് ഈ പിങ്ക് പോലീസ് കാരണം ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വരുന്നില്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 1000-500 പെറ്റിയാണ്, ഞങ്ങൾ അതുകൊണ്ട് വരുന്നില്ല. എന്താ അമ്പല കമ്മിറ്റിക്കാരും വിളിച്ചിട്ട് വിഷ്ണുവോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിഷ്ണുവിന്റെ ഫോണിൽ റെക്കോർഡാണ്. അവര് പുറത്തിറങ്ങി നിയന്ത്രിക്കാൻ നിന്നപ്പോ അവരോട് പറഞ്ഞു ഇത് നിങ്ങൾ അമ്പലത്തിനകത്ത് ചെയ്താൽ മതി, പുറത്ത് ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു. ഈ പിങ്ക് പോലീസ് പറഞ്ഞത് ഈ പറയുന്ന ആ ലേഡിയാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തില് എന്റെ കുഞ്ഞുനാളെന്ന് വെച്ചാൽ 100-കണക്കിന് ആൾക്കാർ ധനം പ്രതി വരുന്ന ക്ഷേത്രമാണ്. പക്ഷെ ഇവരുടെ ഒരു പെറ്റി കാരണം, ഈ പിങ്ക് പോലീസിന്റെ പെറ്റി കാരണം അവിടെ ഇപ്പൊ ഒരു ഞായറാഴ്ച ശനിയും ഞായറാഴ്ച കഴിഞ്ഞാൽ ഒരു 100 പേര് പോലും തികച്ചില്ല എന്നുള്ളതാണ്. അജണ്ട ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അവർ വരുന്ന അപ്പൊ ഒരു ബൈക്ക് അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞ് അവരൊന്നും വരുന്നതിന് മുമ്പ്, ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് ആ ബൈക്കിന്റെ ഹെൽമെറ്റ് ഊരി എന്തായാലും അവർ ഫ്രണ്ടിലോട്ട് വരും, വെച്ചിട്ടായിരിക്കും അവർ അങ്ങനെ സൈഡിലോട്ട് പോകും. അപ്പം തന്നെ അവർ ഏതെങ്കിലും ഓട്ടയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതിലിന്റെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ട് ക്യാമറ പിടിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയിട്ട് അവർ ക്യാമറയ്ക്കകത്തിട്ട് പെറ്റി അടിച്ചു കൊടുക്കുക. ആ സ്പോട്ടിൽ തന്നെ മൊബൈലിൽ പെറ്റി അടിച്ചു. ചുരുക്കം പറഞ്ഞ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെത്തുന്ന ഓരോ മനുഷ്യരെയും ശിക്ഷിക്കുകയാണ്. കാര്യം ഇവിടെ വന്ന് ഭഗവാൻ മുന്നിൽ തൊഴുക വീട്ടിലെത്തുമ്പോൾ 1000-ഉം 2000-ഉം ഒക്കെയാണ് ഫൈൻ വരുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് പിന്നിൽ എന്തെങ്കിലും മറ്റു അജണ്ടയുണ്ടോ എന്ന സംസ്ഥാന പോലീസ് മേധാവി
അവർക്ക് മുന്നിലേക്കാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത വയ്ക്കുന്നത്, അല്ലെ? ആഭ്യന്തരം പരിശോധിക്കണം. കാര്യം ഇങ്ങനെ ക്ഷേത്രത്തിൽ ആളുകൾ വരാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചുനാളി തൊട്ട് ഒരു നല്ല വലിയ ക്ഷേത്രം ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു ക്ഷേത്രമാണ്. പറയും മഹാഗണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു ക്ഷേത്രമാണ്. നമ്മളൊരു വൃശ്ചിക മാസമൊക്കെ ആയി കഴിഞ്ഞാൽ സ്വാമിമാരെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് സ്വാമിമാരാണ് അവിടെ എത്തുന്നത്. പക്ഷെ ഈ ഒരു വൃശ്ചിക മാസം ആയി കഴിഞ്ഞാൽ സ്വാമിമാര് വരാറില്ല. കാരണം അത് ഏതെങ്കിലും ഒരു ബൈക്കിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ പോലീസുകാർ അവിടെ നിന്നിട്ട് സ്വാമിമാരെ തന്നെ പെറ്റിയടിച്ച് വിടുക. അതേ രീതിയിലുള്ള സമീപനമാണ് കാണിക്കുന്നത്. അത് ഈ പിങ്ക് പോലീസാണ് ചെയ്യുന്നത്. അതിനെതിരെയാണ് നമ്മൾ വാർത്ത ചെയ്തത്. ഞാൻ കൊട്ടാരക്കര പോലീസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പിങ്ക് പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള കാര്യം അവിടെ CCTV ഉണ്ട്, ഇവരെടുത്ത് വിഷ്വലുണ്ട്. അല്ല, നമ്മളായിട്ട് ആ ലൈവിൽ തന്നെ ഉണ്ട്. കാരണം അവര് നിൽക്കുന്ന ഒരു 20-30 മീറ്റർ മാറിയിട്ടാണ് വിഷ്ണു നിന്ന് അവിടെ ലൈവ് ഇടുന്നത്. കാരണം അവരെ വേഗത്ത് പിടിക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ ഒന്നും പോയിട്ടില്ല. കുറച്ച് 20 മീറ്റർ മാറിയിട്ടാണ് ആ ലൈവ് ഇടുന്നത്. അവർ പറയുന്നത് അപ്പം അവരവർ വകുപ്പിട്ടേക്കെന്ന് വെച്ചാൽ അവരെ ജോലി തടസ്സപ്പെടുത്തി അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വകുപ്പ് ഇടുന്നത്.